ഹായ് ഗൈസ്, ഇറാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സെക്യുലർ രാജ്യമായി മാറാൻ പോവുകയാണ്. അതായത് ഇന്ത്യ പോലെ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായി മാറാൻ പോവുകയാണ്. ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം റെജിം അല്ലെങ്കിൽ മുസ്ലിം ഭരണകൂടം അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കാണാതാകാൻ പോകുകയാണ് എന്ന് പറയുന്ന ന്യൂസസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് വെറും ന്യൂസസ് അല്ല കേട്ടോ, ഇതിന് പല തെളിവുകളുമുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എടുത്തു നോക്കുകയാണെങ്കിൽ ഇറാനിൽ ഏകദേശം 75,000 പള്ളികളാണ് ഉള്ളത്. അതിൽ 50,000 മുസ്ലിം പള്ളികൾ ഇപ്പോൾ തന്നെ അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇറാനിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ചസ് സംഭവിക്കുന്നത്. അതായത് 45 വർഷം മുമ്പ് അവർ തന്നെ, അതായത് മറ്റൊരാൾ ഫോഴ്സ് ചെയ്തല്ല, അവർ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മുസ്ലിം ഭരണകൂടമായി മാറിയതാണ്. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം കാരണം? അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങളും ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാനെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 45 വർഷം മുമ്പ് 1979 ഇസ്ലാമിക് റവല്യൂഷൻ വന്നതിന് ശേഷമാണ് ഇന്നത്തെ ഇറാനായി മാറിയത്. അതായത് കംപ്ലീറ്റ് ആയിട്ടും, അതായത് ശരിയ ലോ പ്രകാരമെല്ലാം നിയമം ഉണ്ടായിരുന്നത്. പക്ഷെ 1979 മുമ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇറാൻ, അതായത് ഇന്നത്തെ ഇന്ത്യനെക്കാട്ടിലും മോഡേൺ ആയ ഒരു രാജ്യമായിരുന്നു. അതായത് അന്ന് ഷാ ഭരണകൂടമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്കെല്ലാം തന്നെ ഓപ്പണായി എവിടെ വേണമെങ്കിലും പോകാം. അതുപോലെ തന്നെ ഡ്രസ്സസ് എല്ലാം തന്നെ വെസ്റ്റേൺ ഡ്രസ്സസ്, അതായത് ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾ ധരിക്കുന്ന ഡ്രസ്സസിനെക്കാട്ടിലും മോഡേൺ ഡ്രസ്സസിലായിരുന്നു 1979 മുമ്പ് തന്നെ ഇറാനിലുള്ള സ്ത്രീകളെല്ലാം ധരിച്ചുകൊണ്ടിരുന്നത്. പാർട്ടി അങ്ങനെ എല്ലാ തരത്തിലും ഇറാൻ ഡെവലപ്പായി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല 1979 മുമ്പെല്ലാം തന്നെ ഇന്ത്യനെക്കാട്ടിലും കൂടുതൽ ആൾക്കാരായിരുന്നു ഇറാനിന്ന്, അതായത് പുറം രാജ്യത്തെല്ലാം തന്നെ വിദേശ രാജ്യത്തെല്ലാം പോയി അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഇറാനെയാണ് ഒരു ഇസ്ലാമിക് റവല്യൂഷൻ വന്ന് അതൊരു ഇസ്ലാമിക് ഭരണകൂടമായി ഒരു മുസ്ലിം രാജ്യമായി ഡിക്ലെയർ ചെയ്തത്. പക്ഷെ അതിനുശേഷം പിന്നീട് നമ്മൾ അവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് സ്ത്രീകൾക്കൊന്നും ഒരു തരത്തിലുള്ള ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളുടെ എല്ലാം ഫ്രീഡം വളരെയധികം ലിമിറ്റഡ് ആണ്. അതായത് സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഒരു പുരുഷനെങ്ങാനും ഒപ്പം വേണം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, അതായത് ഈ എഡ്യൂക്കേഷൻ എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ബാൻഡ് ആണ്. പിന്നെ കുറെ പ്രശ്നമെല്ലാം ഉണ്ടായപ്പോഴാണ് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാം, പക്ഷെ സ്ത്രീകളും ബോയ്സുമായിട്ട്, അതായത് ഒരു മിക്സഡ് സ്കൂൾ ഒരിക്കലും ഉണ്ടാവില്ല. അതായത് സ്ത്രീകൾക്ക് തനിച്ച് ക്ലാസ് ഉണ്ടാവും, അതായത് ബോയ്സിന് തനിച്ച് ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരണമെങ്കിൽ കൈ വരെ, അതായത് കംപ്ലീറ്റ് ആയിട്ടും കവേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹിജാബ് ധരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് കൊല്ലും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള, അതായത് പബ്ലിക് ആയിട്ട്, അതായത് ഒരു പുരുഷനുമായിട്ട് മിണ്ടാൻ പാടില്ല, ഹാൻഡ് ഷേക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള പല റെസ്ട്രിക്ഷൻസോട് കൂടി ഈവൻ അവിടെ യൂട്യൂബ്, മ്യൂസിക്, എന്റർടൈൻമെന്റ് പർപ്പസ് എല്ലാം തന്നെ, അതായത് ഇസ്ലാമിൽ ഈ എന്റർടൈൻമെന്റ് പർപ്പസ് ബാൻഡ് ആയതുകൊണ്ട് തന്നെ അതും ബാൻഡാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും ഉണ്ട്. അതായത് ഫുൾ സ്ലീവ് ഡ്രസ്സസോ ധരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ബിയേർഡ് നിർബന്ധമായിരിക്കണം. അതുപോലെ തന്നെ അതായത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഷോർട്സ് ഒന്നും ധരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പല റെസ്ട്രിക്ഷൻസോടെയാണ് ഇപ്പോഴും ഇറാനിലുള്ള ജനത താമസിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 1979 ശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത്. അപ്പോൾ എങ്ങനെയാണ് മാറിയത്, എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ഒരു വീഡിയോ മേക്ക് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് റീസെന്റ് ആയിട്ടാണ് ഇറാന്റെ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി മരണപ്പെട്ടത്. ഇബ്രാഹിം റൈസി മരണപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരു ഇലക്ഷനാണ് ഇറാൻ ജനത നേരിട്ടത്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ പ്രധാനമായിട്ടും 2 കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് വന്നിട്ട് പെസസ്കാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇറാന്റെ പ്രസിഡന്റ്. ഇനി മറ്റൊന്നാളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയ്ദ് ജലീൽ എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. അപ്പോൾ സെയ്ദ് ജലീൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ 1979 എങ്ങനെ ഇസ്ലാമിക് റവല്യൂഷൻ വന്നോ, അതായത് അതേ ഹാർഡ് കോർ ഇസ്ലാമിക് ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് സ്ത്രീകളെ ഒന്നും പുറത്തു വിടാൻ പാടില്ല, ഇന്ന് അഫ്ഗാനിസ്ഥാനെ താലിബാൻ കൺട്രോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതി ഫോളോ ചെയ്യുന്ന ഒരു ഹാർഡ് കോർ പ്രിൻസിപ്പിൾ ഉള്ള ഒരു വ്യക്തിയാണ് ഈ സെയ്ദ് ജലീൽ എന്ന് പറയുന്ന ഇദ്ദേഹം. പക്ഷെ ഇപ്പോഴത്തെ ഇറാന്റെ പ്രസിഡന്റായ പെസസ്കാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നിലപാട് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇത്രമാത്രം ഹാർഡ് കോർ പൊളിറ്റിക്സ് ഒന്നും, അതായത് റേഡിക്കലൈസേഷൻ ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. അത് മാത്രമല്ല ഇലക്ഷൻ സമയത്ത് 2 കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് അവിടെയുള്ള സ്ത്രീകളെയും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെയും കൂടുതലും അട്രാക്ട് ചെയ്തു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 1979 ഇറാൻ, അതായത് ഇസ്ലാമിക് റവല്യൂഷൻ ആയിക്കഴിഞ്ഞപ്പോൾ അമേരിക്കൻ എംബസിനെല്ലാം തന്നെ വലിയ അറ്റാക്കുകളെല്ലാം നടത്തിക്കൊണ്ട് തന്നെ അമേരിക്ക ഇറാനെ കംപ്ലീറ്റ് ആയിട്ടും ഓയിൽ റെസ്ട്രിക്ഷൻസ്, അതുപോലെ തന്നെ ഇങ്ങനെ പല സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തു. ഇതുകൊണ്ട് എന്താ ചെയ്തു എന്ന് വെച്ചാൽ, അതായത് ഇറാൻ വളർന്നില്ല എന്ന് മാത്രമല്ല അവരുടെ എക്കണോമിയൊക്കെ താഴോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല ന്യൂക്ലിയർ പ്രോജക്ട്, ഇങ്ങനെ പല കാര്യത്തിലും അമേരിക്കയും ഇറാനുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരുന്നതാണ്. അതായത് 1979 മുമ്പ് ഷാ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഇന്നത്തെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്ന് പറയുന്ന ഇവരെ
ഒറ്റക്കെട്ടായിരുന്നു. അത് മാത്രമല്ല അതായത് മിഡിൽ ഈസ്റ്റിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അമേരിക്കയ്ക്കായിക്കോട്ടെ അതുപോലെ തന്നെ ഇസ്രായേലായിട്ട് ആദ്യം വന്നു നിൽക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അതും ഇറാനായിരുന്നു. അങ്ങനെയുള്ള രാജ്യമാണ് ഇപ്പോൾ ആ രണ്ട് രാജ്യത്തോടും വലിയ ശത്രുതയുള്ള രാജ്യമായി മാറിയത്. ഇതെല്ലാം തന്നെ ഈ ഇസ്ലാമിക് റവല്യൂഷൻ വന്ന ശേഷമാണ്. ഇതിന്റെ എല്ലാം ദേഷ്യം കൊണ്ടാണ് അമേരിക്ക പല സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ ന്യൂക്ലിയർ പ്രോജക്റ്റിലെല്ലാം സഹായിച്ചുകൊണ്ടിരുന്ന അമേരിക്ക കംപ്ലീറ്റ് ആയിട്ടും അതെല്ലാം തന്നെ കൈവിട്ടത്. അപ്പോൾ ഇതുകൊണ്ട് പെസിസ്കാൻ അവിടുത്തെയുള്ള ജനങ്ങളോട് പറയുകയാണ്, അതായത് 2024 ഇലക്ഷൻ സമയത്ത്, അതായത് ഞാൻ വരികയാണെങ്കിൽ ഇപ്പോൾ ഉള്ള വെസ്റ്റുമായിട്ടുള്ള നമ്മുടെ അപ്രോച്ച് കംപ്ലീറ്റ് ആയിട്ടും മാറ്റുമെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ വെസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതായത് അവരുമായിട്ട് നല്ല രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ അപ്രോച്ച് ചെയ്ത് ഒരു നല്ലൊരു റിലേഷൻ ഇറാനും അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസുമായിട്ട് വരുത്തും എന്ന് പറയുന്ന ആദ്യത്തെ പ്രോമിസ് ആണ് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഹാർഡ് കോർ റേഡിക്കൽ ഐഡിയോളജി, ഇസ്ലാമിക് ഹാർഡ് കോർ റേഡിക്കൽ ഐഡിയോളജിയിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പുറത്തു പോകുന്നില്ല. അതായത് 1979 അത്രമാത്രം ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ എല്ലാം ആകാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ വാക്കും കൂടെ കൊടുക്കുന്നു. ഇത് അവിടെയുള്ള സ്ത്രീകളെ അട്രാക്ട് ആക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് സ്ത്രീകൾക്ക് ഒരു ഫ്രീഡവും ഇല്ലാത്ത ഒരു രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് ഇപ്പോൾ താലിബാനാണ് നിൽക്കുന്നത്, രണ്ടാമതായിട്ട് ഇറാൻ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടുമ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്കെല്ലാം തന്നെ വളരെയധികം സന്തോഷമാകുന്നു. വോട്ട് കിട്ടിയത് പെസസ്കാൻ ഏകദേശം ജയിച്ച വോട്ട് ഡിഫറൻസ് മാത്രം 40 ലക്ഷം വോട്ടിനാണ് അതായത് എക്സ്ട്രാ ആയിട്ട് പെസസ്കാന് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ഇൻഡിക്കേഷൻ ആണ്, അതായത് ഹാർഡ് കോർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഹാർഡ് കോർ റേഡിക്കൽ ഐഡിയോളജി ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2019 ആ ഒരു സമയത്ത് 22 വയസ്സുകാരി മഹ്സ അമീനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതായത് പബ്ലിക് ആയിട്ട് വരുന്നു. പക്ഷെ പബ്ലിക് ആയി വരുമ്പോൾ ഹിജാബ് ധരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം തന്നെ ചിലർ ചെവി കാണിക്കും, ചിലർ ചെവി കാണിക്കില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ ആ ചെവി എന്തോ ലൈറ്റ് ആയിട്ട് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീനെ അവിടെയുള്ള ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന് പറഞ്ഞ ഈ IRGC അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞ് വിട്ടയക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അവര് അതൊന്നും ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങളുടെ ഫോളോ എന്തെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ സ്ത്രീനെ ചെയ്യാത്ത കൊടുമകളൊന്നുമില്ല, അതായത് പബ്ലിക്കായി തല്ലുക, അതിങ്ങനെ പലതും ചെയ്ത് ലാസ്റ്റ് ആ പെൺകുട്ടി മരണപ്പെടുകയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് അവിടെയുള്ള ജനങ്ങളെ വളരെയധികം ഇമ്പാക്റ്റ് ആക്കിയും അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നു. ആദ്യം സ്ത്രീകളാണ് ഈ ഒരു പ്രൊട്ടസ്റ്റിൽ വന്ന്, അതായത് സ്ത്രീകളെല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് അവരുടെ ഹിജാബ് എല്ലാം തന്നെ താഴെയിട്ട് കത്തിച്ചളയുന്നു, അതുപോലെ തന്നെ ആ ബുർക്ക ഫുള്ളായിട്ടും കത്തിച്ചളയുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി. അതിനുശേഷം ഈ ഒരു പ്രൊട്ടസ്റ്റിലോട്ട് സ്റ്റുഡൻസ് അതായത് പങ്കുചേരുന്നു. അതിനുശേഷം അവിടെയുള്ള ലേബേഴ്സും ഇതിന്റെ കൂടെ കൂടി ഇങ്ങനെ പൊതുവെ മെല്ലെ മെല്ലെ ആയി കഴിഞ്ഞപ്പോൾ അതായത് അവിടെയുള്ള പുരുഷന്മാരും എല്ലാവരും കൂടെ അതായത് ടോട്ടൽ ഇറാൻ മൊത്തം അവിടുത്തെ ഭരണകൂടമായ അതായത് ഇബ്രാഹിം റൈസി എല്ലാം ഭരിച്ചുകൊണ്ടിരുന്ന ആ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. പക്ഷെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇബ്രാഹിം റൈസി അവിടെ ചെയ്ത എന്താണെന്ന് വെച്ചാൽ, അതായത് ഇവരുമായിട്ട് ഒരു സമാധാന ചർച്ചയ്ക്ക് പകരം എല്ലാവരും ഈ IRGC അതുപോലെ തന്നെ ഇറാന്റെ മിലിറ്ററിനെ ലഭിച്ച് അടിച്ചൊതുക്കിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ വീണ്ടും ദേഷ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ അവിടെയുള്ള റെജീം എങ്ങനെയും ചത്തു കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തി. അതുപോലെ തന്നെ ഇബ്രാഹിം റൈസി എല്ലാം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതായത് ഇറാനിൽ കുറേയധികം ആൾക്കാർ സങ്കടപ്പെട്ടെങ്കിലും കുറേയധികം ആൾക്കാർക്ക് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് നസുള്ള ചത്തു കഴിഞ്ഞപ്പോഴും ഇറാനിൽ നിന്ന് വന്ന റിയാക്ഷൻ നിങ്ങൾ കണ്ടായിരിക്കും, അത് മധുരം വിളമ്പിയാണ് സന്തോഷിച്ചത്. അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയ, അങ്ങനെ പലരും അതായത് ഈ ഹാർഡ് കോർ ഐഡിയോളജി ഉള്ള ആര് മരിച്ചു കഴിഞ്ഞാലും ഇറാനിൽ ഉള്ള ജനങ്ങൾക്കെല്ലാം സന്തോഷമാണ് ഉള്ളത്. അതിനുശേഷം അതായത് ആൾക്കാരിൽ നിന്ന് തന്നെ വലിയ രീതിയിലൊന്നും പേടിയില്ല. അത് ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ഒരു കാര്യത്തിൽ എക്സ്ട്രീമായി പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പേടി പോവും. അപ്പോൾ അതേപോലെയായി ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ ഈ IRGCനെയും ഭരണകൂടത്തിനെയൊന്നും ഇപ്പോൾ അധികം പേടിയില്ലാണ്ടായി. അതുപോലെ തന്നെ സ്ത്രീകളെല്ലാം അത് ഓപ്പൺ ആയിട്ട് അതായത് പബ്ലിക്കായിട്ട് ഹിജാബ് ധരിക്കാതെയൊക്കെ പലരും വരുന്നുണ്ട് എന്ന് പറയുന്ന ന്യൂസ് എല്ലാം ഉണ്ട്. അതായത് ഫോഴ്സ്ഫുൾ ആയിട്ട് മോസ്കിൽ പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മോസ്കിൽ പോവാതായി. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 50,000 പള്ളികൾ മൊത്തമായിട്ടും അടച്ചുപൂട്ടേണ്ടി വന്നു. ഇതായത് 75,000 പള്ളികളാണ് ടോട്ടൽ ഇറാനിലുള്ളത്. അതിൽ 50,000 പൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 60% അധികം പള്ളികൾ അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, പൂട്ടിക്കിടക്കുകയാണ്. കാരണം അതായത് ആൾക്കാരെല്ലാം തന്നെ ഈ ഒരു ഐഡിയോളജിയിൽ നിന്ന് വിട്ട് മാറി പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ഐഡിയോളജി ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയും കൂടിയാണ് പെസസ്കാൻ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇസ്രായേലിനെതിരെ അവർ അറ്റാക്ക് നടത്തിയതും IRGC ആണ്. അല്ലാതെ അത് ഈ IRGCക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, അത് അവിടെയുള്ള പ്രസിഡന്റ് പറയുന്നത് കേൾക്കണ്ട, ഈ ആയിദുൽ കൊമേനി ഇങ്ങനെ സുപ്രീം ലീഡർ ഇവര് പറയുന്ന മാത്രം കേട്ടാൽ മതി. പക്ഷെ ഈ പെസസ്കാന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു അറ്റാക്ക് നടത്താൻ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്നാള് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു കൂടെ ഒരു കാര്യം പറഞ്ഞു, അതായത് അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഇസ്ലാമിക് റവല്യൂഷൻ വന്ന പോലെ തന്നെ അവിടുത്തെ റെജീം എത്രയും പെട്ടെന്ന് മാറാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 1000 വർഷങ്ങളൊന്നും വേണ്ട, അത് അടുത്ത ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഏറിപ്പോയ ഈ നൂറ്റാണ്ട് വരെ മാത്രമോ അതായത് ഇറാനിൽ ആ ഒരു റവല്യൂഷൻ ഉണ്ടാവുള്ളൂ.
അത് കഴിഞ്ഞ് അത് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തും അതായത് ഈ ഒരു റെജീം എടുത്തു കളയാൻ സാധ്യതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാനിലെ ഇപ്പോഴത്തെ റെജീം ഒന്നാമത്തെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും താല്പര്യമില്ല. അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത റെജീം അത് എവിടെയാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും അവർ എടുത്തു കളയാൻ ശ്രമിക്കും. ആ ഒരു രീതിയിൽ അവർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനും വലിയ രീതിയിൽ ഇതിൽ പങ്കുണ്ട്. കാരണം അതായത് ഇറാൻ ഉള്ളത് ഇസ്രായേലിനും താല്പര്യമില്ല. അതായത് ആദ്യം ഇറാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇസ്രായേലും ഇറാനും നല്ല സൗഹൃദമാണെങ്കിലും ഇപ്പോൾ ഉള്ള ഇറാനുമായിട്ട് അത് വലിയൊരു ശല്യമാണ്. അപ്പോൾ അവർക്കും ഈ റെജീം എടുത്തു കളയുന്ന നല്ലൊരു ആശ്വാസമാണ്. പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് ഈ സൗദി അറേബ്യൻ UAE തുടങ്ങിയ ഈ രാജ്യങ്ങൾ എടുത്തു നോക്കുക, ഇതും ഒരു മുസ്ലിം രാജ്യങ്ങളാണ്. പക്ഷെ അവരവിടെ സ്ത്രീകൾക്ക് ഫുൾ ഫ്രീഡം ആണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് ഈ മുസ്ലിം സ്ത്രീകളെല്ലാം അതായത് നമ്മളെപ്പോലെ തന്നെ ഒരു രാജ്യമല്ല ഈ സൗദി UAE തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ ഇല്ലാത്ത പ്രശ്നം നമുക്ക് എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാരും ഇതിലെല്ലാം തന്നെ വീഴാൻ തുടങ്ങി. അത് മാത്രമല്ല ഈ ഹിസ്ബുള്ളനെ കൊന്ന ആൾക്കാർ അതായത് ലിസ്റ്റിൽ ഇതേ ഇറാനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ കാര്യത്തിൽ പറഞ്ഞതിലെല്ലാം തന്നെ കൃത്യമായ എവിഡൻസ് എന്റെ കയ്യിൽ. നിങ്ങൾക്ക് ഇതെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഏതൊക്കെ സംശയങ്ങളുണ്ട് അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. സീ യു നെക്സ്റ്റ് വീഡിയോ.